സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് സഖാവ് മുല്ലക്കര വിശദമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഇന്ന് കാണുന്ന കേരളം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയായി നിൽക്കുന്നൊരു നാടാണ്. രാജ്യവും ലോകം തന്നെയും പല കാര്യങ്ങളിലും നമ്മുടെ നാടിനെ മാതൃകയാക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം സ്വയംഭൂവായി ഉണ്ടായതല്ല എന്നതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ പഴയകാലത്ത് എന്തായിരുന്നു അവസ്ഥ എന്നതാണ് പല കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്ന ഓരോ വിഭാഗത്തിൻ്റെയും സൂചനകൾ അദ്ദേഹം നൽകിയത്. പഠിക്കാൻ കഴിയാത്ത, ജോലിയെടുത്താൽ കൂലി അതുപോലും ന്യായമായി ലഭിക്കാത്ത, അന്ന് നെല്ലാണ് കൂലിയായി കൊടുക്കുന്നുണ്ടെങ്കിൽ പതിര് ചേർത്ത് മാത്രം നെല്ല് കൊടുത്തിരുന്ന, അങ്ങനെയുള്ള ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ കണ്ണിൽപ്പെടാൻ അവകാശമില്ലാത്തൊരു കാലം. ആ കാലത്തെ മാറ്റിയെടുക്കാനാണ് നവോത്ഥാന നായകർ ശ്രമിച്ചത്. അദ്ദേഹം അത് സൂചിപ്പിച്ചു. നവോത്ഥാനം വലിയ തോതിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തി. പക്ഷേ അദ്ദേഹം ബീഹാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നവോത്ഥാന കാലത്ത് കേരളത്തിൽ മാത്രമല്ല നവോത്ഥാനം ഉണ്ടായത്. നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നവോത്ഥാനം ശക്തമായിരുന്നു. ചിലയിടങ്ങളിൽ കേരളത്തെക്കാളും ശക്തമായ നവോത്ഥാന പ്രസ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ അവിടങ്ങളിലെല്ലാം ഇപ്പോഴും ജാതീയമായ വേർതിരിവും ഉച്ചനീതിത്വവും എല്ലാം ശക്തമായി തുടരുകയാണ്. കേരളം മാറിയിരിക്കുന്നു. ഭേദചിന്തയില്ലാതെ ജീവിക്കാൻ കഴിയുന്നൊരു സമൂഹം. ജാതീയമായോ മതപരമായോ വേർതിരിവ് വലിയ തോതിൽ അനുഭവപ്പെടാത്തൊരു സംസ്ഥാനം. ഇതെങ്ങനെയാണ് നേടിയത്?
അത് കേരളത്തിൽ നവോത്ഥാനത്തിന് ശരിയായ പിന്തുടർച്ചയുണ്ടായി. ആ പിന്തുടർച്ച ദേശീയ പ്രസ്ഥാനമുണ്ട്, കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ട്. നവോത്ഥാനത്തിൻ്റെ കൃത്യമായ പിന്തുടർച്ചക്കാരായി കേരളത്തിലെ ഇടതുപക്ഷം മാറി. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ നവോത്ഥാനം ശ്രമിച്ചെങ്കിൽ സാമ്പത്തിക രംഗത്തുള്ള ഉച്ചനീചത്വങ്ങൾ വലിയ തോതിൽ മാറ്റിത്തീർക്കാനുള്ള ഇടപെടലുകളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ഒരു കാലത്തിൻ്റെ തുടർച്ചയായാണ് ഐക്യ കേരളം എന്ന മുദ്രാവാക്യം രൂപപ്പെട്ടത്. അതിൻ്റെ മുന്നിലും ഇടതുപക്ഷം തന്നെയായിരുന്നു. ഐക്യ കേരളം രൂപപ്പെടാതിരിക്കാൻ, അത് യാഥാർത്ഥ്യമാകാതിരിക്കാനുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ വിവിധ ശക്തികളുടെ ഭാഗത്തുണ്ടായി. അതിലേറ്റവും കുപ്രസിദ്ധമാണ് രാജഭരണം സർ CP-യുടെ നേതൃത്വത്തിൽ അമേരിക്കൻ മോഡൽ ഇവിടെ നടപ്പാക്കുന്നതിന് ശ്രമിച്ചു. എന്നാൽ ധീരോദാത്തമായ പോരാട്ടമാണ് അതിനെതിരെ നടന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ മുദ്രാവാക്യമുയർത്തി കമ്മ്യൂണിസ്റ്റുകാർ, തൊഴിലാളികൾ അതിനെതിരെ അണിനിരന്നതിൻ്റെ ഇതിഹാസമാണ് പുന്നപ്ര വയലാർ സമര പോരാട്ടം. നമ്മുടെ നാട് ഇന്ന് കാണുന്ന കേരളമായി മാറുന്നത് 1956-ൽ 1957-ൽ ആദ്യത്തെ ഗവൺമെൻറ് EMS-ന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നു. ആ ഗവൺമെൻറ്റാണ് അതേവരെ കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള പുരോഗമന ശക്തികൾ ഉയർത്തിയ നാടിൻ്റെ ആവശ്യങ്ങളടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. അത് യഥാർത്ഥത്തിൽ ആധുനിക കേരളത്തിന് തറക്കല്ലിടലായിരുന്നു. ബലിഷ്ഠമായ ആ തറയിലാണ് ആധുനിക കേരളം വളർന്നു വന്നത്. വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ കേരള മോഡൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രത്യേകതകളെ രാജ്യവും ലോകവും മാതൃകയാക്കുന്ന നില വന്നു. ആ അവസ്ഥ
അതിനിടയാക്കിയത് നമ്മളൊരു സമ്പൽ സമൃദ്ധമായ നാടായി മാറിയതായിരുന്നില്ല. കേരളത്തിൻ്റെ ജീവിത സാഹചര്യം മറ്റു എല്ലായിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നായി മാറി. പക്ഷേ ഇതിൻ്റെ ഭാഗമായി കാലാനുസൃതമായ പുരോഗതി നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന പരിശോധനയും പിന്നീട് വളരെ വിശദമായി കേരളം നടത്തുകയുണ്ടായി. അതിൽ കുറവുകളുണ്ടെന്നും പരിഹരിക്കണമെന്നും നാടിൻ്റെ വികസന കാര്യങ്ങളിൽ എല്ലാവരും എല്ലാ ഭേദഗതിയും മറന്ന് ഒന്നിച്ചു നിൽക്കണമെന്നുമുള്ള ആശയം വലിയ തോതിൽ ശക്തിപ്പെട്ടു. അതായിരുന്നു അത്ഭുതങ്ങളോടെ മറ്റു നാട്ടുകാർ കണ്ട ജനകീയ ആസൂത്രണ പ്രക്രിയ. ഇങ്ങനെ കേരളം പല കാര്യങ്ങളിലും പ്രത്യേകതയാർജിച്ച് നിന്നെങ്കിലും 2016 കേരളത്തിൻ്റെ അവസ്ഥ ദയനീയമായ ഒന്നായിരുന്നു. 2016 എന്നത് വളരെ ദൂരെയുള്ളൊരു കാലമല്ലല്ലോ. ഏകദേശം 10 വർഷം മുൻപ് എല്ലാവരും ഓർത്തു നോക്കിയാൽ ആ കാലത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ നാട് ഏത് രീതിയിൽ തകർന്നു പോയിരുന്നു എന്നത് ഓർമ്മ വരും. എല്ലാവരും ശപിക്കുകയായിരുന്നു. നാടിങ്ങനെ ആയിപ്പോയല്ലോ എന്നതിൽ വേദനിക്കുകയായിരുന്നു. പല കാര്യങ്ങളിലും കാലാനുസൃതമായ പുരോഗതിയില്ല. എല്ലാ രംഗങ്ങളും പുറകോട്ട് പോയി. കേരളത്തിൻ്റെ ഏറ്റവും അഭിമാന സ്തംഭങ്ങളായിരുന്ന വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം എല്ലാം പുറകോട്ട് പോയി. പൊതുവിദ്യാഭ്യാസ മേഖല തകരാൻ പോകുന്നുവെന്ന പ്രതീതി. കാലാനുസൃതമായ മാറ്റമില്ല. നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ പഴഞ്ചൻ മട്ടിൽ. ലോകം മുന്നേറുന്നു. അതിൻ്റെ ഭാഗമായി രാജ്യത്ത് പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നല്ല അഭിവൃദ്ധി നേടുന്നു. നമുക്ക് മാത്രം കഴിയുന്നില്ല. ഇതിൽ വലിയ നിരാശയിലാണ് ആളുകൾ പെട്ടത്. ഇനി ഇതിനൊന്നും പരിഹാരമുണ്ടാവില്ല, നാടിങ്ങനെയായിപ്പോയി എന്ന ശാപവചനങ്ങളായിരുന്നു ആ ഘട്ടത്തിൽ ആളുകൾ നിന്നുണ്ടായത്. 2016 ജനങ്ങൾ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ LDFനെ അധികാരത്തിലേറ്റി. LDFനെ അധികാരത്തിലേറ്റുമ്പോൾ ജനങ്ങൾ കണക്കാക്കിയത് നാടിന് മാറ്റമുണ്ടാക്കണമെന്നാണ്. ആ ഒരു ചുമതലയാണ് LDFന് ജനങ്ങൾ നൽകിയത്.
ആ ചുമതല നിറവേറ്റാനാണ് LDF സർക്കാർ ശ്രമിച്ചത്. കടുത്ത നിരാശയിൽ കഴിഞ്ഞിരുന്ന, ഇവിടെ ഒന്നും നടക്കില്ല എന്ന ബോധ്യത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കുറച്ചു മാസങ്ങൾ പിന്നിട്ടപ്പോൾ ആ നിരാശയിൽ നിന്ന് മുക്തരായി. നല്ല പ്രത്യാശയിലേക്ക് ജനങ്ങളെത്തി. ഇവിടെ പലതും നടക്കും എന്ന ശുഭാപ്തി വിശ്വാസം ജനങ്ങളിലുണ്ടായി. ആ രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അസാധ്യം എന്ന് പൊതുവെ കരുതിയിരുന്ന മേഖലകളിൽ ഇടപെടാനും അവ സാധ്യമാക്കാനുമുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി. ഓരോന്നോരോന്നായി ആ മേഖലയിൽ വിജയം കൈവരിക്കുന്നത് ജനങ്ങൾ കണ്ടു. അതിൻ്റെ സാക്ഷ്യപത്രം 2016 തെരഞ്ഞെടുപ്പിൽ LDF പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി എന്നത് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് രൂപത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. നമ്മുടെ രാജ്യത്തെ എന്നല്ല, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ പുതിയൊരു രീതിയായിരുന്നു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി എന്നത് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. 2021 ആ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷം. 21 ആയപ്പോൾ 5 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതിനെക്കുറിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. അപ്പോൾ കണ്ടത്, അന്ന് LDF നൽകിയ 600 വാഗ്ദാനങ്ങളിൽ 580 എണ്ണം പൂർത്തിയാക്കിയ ഒരു സർക്കാർ എന്ന നിലയിലാണ് കേരള സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തിയത്. ആ വിലയിരുത്തൽ അതോടൊപ്പം വിവിധ മേഖലകളിൽ ഉണ്ടായ പ്രകടമായ മാറ്റം, അത് സ്വന്തം അനുഭവത്തിലുള്ളതാണ്. വികസന കാര്യങ്ങളിൽ മാത്രമല്ല, ക്ഷേമപ്രവർത്തനങ്ങളിലും നല്ലതുപോലെ ഇടപെടുന്ന ഗവൺമെൻറ് എന്ന് കണ്ടുകൊണ്ട് തന്നെ സമീപകാല കേരള ചരിത്രം തിരുത്തിക്കൊണ്ട് 2021 LDFന് ജനങ്ങൾ തുടർ ഭരണം സമ്മാനിച്ചു. 2021 തുടർ ഭരണം ഇപ്പോൾ അതിൻ്റെയും 5 വർഷം പൂർത്തിയാകാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇവിടെ
ഈ 5 വർഷക്കാലം എന്നത് നാം വിലയിരുത്തേണ്ടത് തുടർഭരണം നാടിന് ഗുണമാണോ ചെയ്തത് എന്നതാണ്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന രീതി, ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നുവെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലിരിക്കുന്ന മുന്നണി താഴെ ഇറങ്ങുകയും പുതിയ മുന്നണി അധികാരത്തിൽ വരികയുമാണ്. LDF UDF എന്ന നിലക്കാണ് അത് നടന്നിരുന്നത്. ഇതിൻ്റെ തന്നെ മറ്റൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം LDFൻ്റെ കാലത്ത് ആ കാലയളവ് മുഴുവൻ നാടിൻ്റെ പുരോഗതിയാണ് വിവിധ മേഖലകളിൽ കാണാൻ കഴിയുക. പക്ഷേ തുറന്ന് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് UDFൻ്റെ നേതൃത്വത്തിൽ ആ പുരോഗതിക്ക് തുടർച്ചയുണ്ടാക്കുകയല്ല ചെയ്തത്. അതിന് ഓരോ രംഗത്തിനും അധോഗതിയാണുണ്ടായത്, പുറകോട്ട് പോക്കാനുണ്ടായത്. അതിൻ്റെ പാരമ്യതയാണ് 2016 കാണാൻ നമുക്ക് കഴിഞ്ഞത്. 2006 മുതൽ 2011 വരെ LDF സർക്കാരായിരുന്നു അധികാരത്തിൽ. എല്ലാ മേഖലയിലും നല്ല പുരോഗതിയുണ്ടായി. പക്ഷേ 2011 അധികാരത്തിൽ വന്ന UDF എല്ലാ മേഖലയും പുറകോട്ട് കൊണ്ടുപോയി. രക്ഷപ്പെടുത്താനാകാത്ത രീതിയിലുള്ള തകർച്ചയിലേക്ക് കേരളം കൂപ്പുകുത്തുന്നതാണ് കണ്ടത്. ഇത് നമ്മുടെ അനുഭവമാണ്. ആ അനുഭവത്തിൽ മാറ്റം വന്നു. 2021 എവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്ന് തുടരാൻ കഴിഞ്ഞു. തുടർ ഭരണത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഓരോ മേഖലയും കൂടുതൽ കരുത്താർജിച്ചു. ഇപ്പോൾ നമ്മുടെ നാട് ലോകം തന്നെ അംഗീകരിക്കുന്ന വലിയൊരു അംഗീകാരം നേടിക്കഴിഞ്ഞു. അതിദരിദ്ര മുക്ത സംസ്ഥാനം. അതിദരിദ്രമുക്ത സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം. വലിയ തോതിൽ പരമദരിദ്രരുള്ള രാജ്യവും ഇന്ത്യയാണ്. നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന പരമദരിദ്ര കുടുംബങ്ങളെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാൻ കഴിഞ്ഞത് നമ്മുടെ 2021 ഭരണ തുടർച്ചയുടെ ഭാഗമായിട്ടാണ്. അതിൽ കൃത്യമായി മറ്റു മേഖലകളുടെ നടപടികളടക്കം വേണമായിരുന്നു. എല്ലാ വകുപ്പുകളുടെയും പിന്തുണ വേണമായിരുന്നു. ഇപ്പോൾ ക്ഷേമ പെൻഷൻ 2016 നമുക്കറിയാം എന്തായിരുന്നു അവസ്ഥ എന്ന്. അന്ന് 600 രൂപയായിരുന്നു പെൻഷൻ. അത് കടലാസിലായിരുന്നു. കാരണം 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു. 18 മാസം പെൻഷൻ കിട്ടാത്തവരായിരുന്നു
പെൻഷൻ അർഹതയുള്ളവർ. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം എടുത്തത് ഈ പറയുന്ന പെൻഷൻ കുടിശ്ശികക്കാരുടെ കുടിശ്ശിക കൊടുത്തു തീർക്കലായിരുന്നു. അത് കൊടുത്തു തീർത്തതിന് ശേഷം പടിപടിയായി വർധനവ് വന്നു. 1600 വന്നു. ആ 1600 രൂപ നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ ലഭിക്കുന്ന എല്ലാവർക്കും തുടർച്ചയായി ലഭിക്കുന്ന അവസ്ഥ വന്നു. ഇപ്പോഴത് 2000 രൂപയായി വർദ്ധിച്ചു. ഇവിടെ കാണേണ്ടത് 1600 2021 പെൻഷന് അർഹതയുണ്ടായെങ്കിൽ, തുടർഭരണമായിരുന്നില്ല എങ്കിൽ ഈ 60 ലക്ഷം പേർക്ക് ആ പെൻഷൻ കൃത്യമായി ലഭിക്കുമായിരുന്നോ? 2006 മുതൽ 2011 വരെ തുടർച്ചയായി ലഭിച്ചു. 2011 ശേഷം കാണാൻ കഴിഞ്ഞത് 18 മാസത്തെ കുടിശ്ശികയാണ്. എന്നാൽ 1996 മുതൽ 2001 വരെ ഈ പറയുന്ന പെൻഷൻ ചെറുതായിരുന്നു. അത് കൃത്യമായി കൊടുത്തു. 2001 മുതൽ 2006 വരെ UDF സർക്കാരായിരുന്നു. എത്രയായിരുന്നു? 2006 സർക്കാർ, LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്നുണ്ടായിരുന്ന കുടിശ്ശിക 28 മാസത്തെ കുടിശ്ശിക. കൊല്ലം നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. 28 മാസം എന്ന് പറയുമ്പോൾ ഇതാണ് അവസ്ഥ. UDF പാവങ്ങളോട് കാണിക്കുന്ന നില ഇതാണ്. ഈ 1600 രൂപ 2000 ആക്കുന്നത് വരെ 2021 ശേഷം അത് തുടർച്ചയായി ലഭിക്കുന്നതിനിടയാക്കിയത് LDFിൻ്റെ തുടർഭരണമുള്ളത് കൊണ്ടാണ്. മാത്രമല്ല 1600 നിന്ന് 2000 വർദ്ധിച്ചതും LDFിൻ്റെ തുടർഭരണമുള്ളത് കൊണ്ടാണ്. നമ്മുടെ നാടിൻ്റെ പൊതുവിതരണ രംഗം വലിയ തോതിലാണ് മെച്ചപ്പെട്ടത്. അതിനായി 15,000 കോടിയോളം രൂപയാണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലം ചെലവഴിച്ചിട്ടുള്ളത്. അതിലൂടെ നാട്ടിൽ ദരിദ്രാവസ്ഥക്ക് വലിയ കുറവ് വരികയായിരുന്നു. ഇതെല്ലാമാണ് നാടിൻ്റെ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തിയത്. ആ മെച്ചപ്പെടലാണ് 64,006 കുടുംബങ്ങളായി നമ്മുടെ കേരളത്തിലെ അതിദരിദ്ര കുടുംബങ്ങൾ പരിമിതപ്പെടാനിടയായത്. അവരെ ഓരോരുത്തരെയായി ഇതിൽ നിന്ന്, പരമദരിദ്രാവസ്ഥയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. ആ കാര്യത്തിൽ കേരളമാകെ ഒന്നിച്ചു നിന്നു. അതിൻ്റെ ക്രെഡിറ്റ് ശരിയായ രീതിയിൽ അവകാശപ്പെട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. എല്ലാവരും നല്ല രീതിയിൽ അതിനുവേണ്ടി പരിശ്രമിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ നവംബർ 1 അതിദരിദ്രം എന്ന അവസ്ഥ നേരിടുന്ന ഒരു കുടുംബവും കേരളത്തിലില്ല എന്ന നില ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇത് ഈ ഒരു രംഗത്ത് മാത്രമല്ല, ഇപ്പോൾ ആരോഗ്യരംഗത്ത് നാം നേടിയ ഒട്ടേറെ നേട്ടങ്ങളുണ്ട്.
അടുത്ത കാലത്താണ് ഒരു കണക്ക് വന്നത്. ലോകത്ത് സമ്പൽ സമൃദ്ധമായ നാടാണല്ലോ അമേരിക്ക. അമേരിക്കയിലെ നവജാത ശിശുക്കളുടെ മരണനിരക്ക് 5.6. എന്നാൽ കേരളത്തിൻ്റേത് 5. എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ അമേരിക്കയെ കവച്ചു വെച്ച് മുന്നിൽ നിൽക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഇത് മാതൃമരണത്തിലും ഈ കാര്യം കാണാൻ സാധിക്കും. ഈ നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞത് നമ്മുടെ 2021 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നു പോകുമെന്നായിരുന്നല്ലോ കണക്കാക്കിയിരുന്നത്. അവിടെ നിന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നാം അത് ഉയർത്തിയെടുത്തു. 2000-ഓളം സ്കൂളുകളാണ് നവീകരിക്കപ്പെട്ടത്. 5000 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ മേഖലക്കുള്ള നീതി ആയോഗിൻ്റെയും മറ്റും പുരസ്കാരങ്ങൾ തുടർച്ചയായി നേടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിക്കഴിഞ്ഞു. നേരത്തെ 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയിരുന്ന സ്ഥാനത്ത് 5 ലക്ഷം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിരുന്ന സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി വന്നു ചേരുന്ന നില കേരളത്തിലുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മേഖല 2016 രാജ്യത്തെ ആദ്യത്തെ ഒരു 100 സ്ഥാപനങ്ങളെടുത്താൽ അതിലൊരിടത്തും കേരളത്തെ കാണാനുണ്ടായിരുന്നില്ല. നാം ശ്രമിച്ചു, ഇടപെടലുണ്ടായി, മാറ്റങ്ങൾക്കുള്ള ശ്രമം നടന്നു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ അതിൽ പങ്കുവഹിച്ചു. 2021 തുടർഭരണം വന്നപ്പോൾ അതിൻ്റെ ശരിയായ തുടർച്ചയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായി മാറും എന്ന പ്രഖ്യാപനമുണ്ടായി. ഇപ്പോൾ എവിടെയെത്തി? ഇപ്പോൾ ആദ്യത്തെ 12 പൊതു യൂണിവേഴ്സിറ്റികൾ എടുത്താൽ, കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഞാൻ പറയുന്നത്, അതിൽ 3 യൂണിവേഴ്സിറ്റികൾ നമ്മുടേതാണ്. കേരള 9 നിൽക്കുന്നു, കൊച്ചി 10 നിൽക്കുന്നു, ഗാന്ധി 11 നിൽക്കുന്നു. 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് നിൽക്കുന്നു. രാജ്യത്തെ ആകെയുള്ള കോളേജുകളിൽ ആദ്യത്തെ 100 എടുത്താൽ അതിൽ 16 എണ്ണം കേരളത്തിലുള്ളതാണ്. മാറ്റമല്ലേ ഇത്? പുതിയ കോഴ്സുകൾ വരുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാഹചര്യം ആകെ മാറിയിരിക്കുന്നു. വലിയ മാറ്റം. ആ മാറ്റത്തിൻ്റെ ഫലമെന്താണ്? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ കഴിഞ്ഞ കോളേജ് അഡ്മിഷന് ധാരാളം രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലേക്ക് അഡ്മിഷൻ തേടി അപേക്ഷ അയച്ചിരിക്കുന്നു എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറുന്നുവെന്നാണ് കാണുന്നത്. ആ മാറ്റം ഈ പറഞ്ഞ നടപടികളുടെ ഭാഗമാണ്. അതായത് തുടർഭരണം LDF-ന് സമ്മാനിച്ച് ആ തുടർഭരണത്തിൻ്റെ ഭാഗമായി 2021 എവിടെ അവസാനിപ്പിച്ചോ അവിടുന്ന് തുടരാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കേരളത്തിന് പണ്ട് നമ്മുടെ നാട് വ്യവസായത്തിന് പറ്റിയൊരു നാടല്ല എന്നാണ് സാധാരണ ആൾ പറയാറ്.
അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഒരു പൊതു ലിസ്റ്റ് എടുത്താൽ ഒരു ഗ്രേഡിംഗ് ഉണ്ട്. അതിൽ നമ്മൾ വളരെ പിറകിലായിരുന്നു. 2016 LDF സർക്കാർ എന്തുകൊണ്ട് നമുക്ക് മുന്നിൽ വന്നുകൂടാ? ആ പരിശോധനയിലേക്ക് കടന്നു, അതിലെ നടപടികൾ സ്വീകരിച്ചു. 2018-ലും 2019-ലും മറ്റും നിയമങ്ങൾ ഭേദഗതി ചെയ്തു. ഒട്ടേറെ നിയമങ്ങൾ, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ എല്ലായിടങ്ങളിലും കൊണ്ടുവന്നു. അതുമാത്രമല്ല, ഒരു വ്യവസായം തുടങ്ങാൻ എല്ലാ കാര്യങ്ങളും സജ്ജമാണെങ്കിൽ, അപേക്ഷ കൃത്യമാണെങ്കിൽ, അനുമതി ലഭിച്ചില്ലെങ്കിലും വ്യവസായം തുടങ്ങാവുന്നതാണ് എന്ന് നിയമപരമായി വ്യവസ്ഥ ചെയ്യപ്പെട്ടു. 3 വർഷത്തിനുള്ളിൽ പിന്നെ മറ്റനുമതികളൊക്കെ വാങ്ങിയാൽ മതി എന്നതും കൊണ്ടുവന്നു. അപ്പോഴേക്ക് 2021 2021 എവിടെയാണോ അവസാനിച്ചത് അവിടും തുടങ്ങാൻ കഴിയും. ആ തുടക്കം പഴയ അനുഭവം കൂടി ചേർത്തുകൊണ്ട് നല്ല വേഗതയിലാക്കാൻ കഴിഞ്ഞു. എന്തായി? നമ്മളാണ് ഇന്ത്യയിലെ നമ്പർ 1 നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നില നേടിയെടുക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മാത്രമല്ല, ഈ വർഷവും അത് നേടി, തുടർച്ചയായി 2ാം വർഷവും. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് പലരും താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമം 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. വലിയ തോതിലുള്ള തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഗൾഫിൽ വിവിധ രാജ്യങ്ങളിലൊരു പര്യടനം നടത്തിയിരുന്നു, മലയാളി കൂട്ടായ്മയെ കാണുന്നതിന് വേണ്ടി, അവരുമായി സംവദിക്കുന്നതിന് വേണ്ടി. ആ കൂട്ടത്തിൽ ഓരോ രാജ്യത്തിലെയും പ്രധാന ഭരണാധികാരികളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അവരെല്ലാം കേരളത്തെ നെഞ്ചേറ്റിയവരാണ്. കേരളത്തിൽ നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിക്ഷേപത്തിനായി ടീമിനെ അയക്കും എന്നുവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അബുദാബിയിലെ കിരീടാവകാശി ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഉടനെ ഒരു ടീം കേരളത്തിൽ പോയി ചർച്ച ചെയ്ത് ഏതെല്ലാം മേഖലയിലാണ് നിക്ഷേപം നടത്താൻ കഴിയുക എന്നത് കണ്ടെത്തണമെന്ന്. ഇതാണ് മാറ്റം. ഇതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത്? 2021 തുടർ ഭരണം കേരളത്തിന് സമ്മാനിച്ചതിൻ്റെ വകയാണ്. അപ്പോൾ ഞാൻ ആ ഭാഗം ദീർഘിപ്പിക്കുന്നില്ല. തുടർ ഭരണം എന്നത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, വികാസത്തിനാണ് വഴിവെച്ചിട്ടുള്ളത്. ക്ഷേമപ്രവർത്തനങ്ങളിലും ആ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കൊല്ലത്തിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, മാതൃകാപരമായ ഒട്ടേറെ ഇടപെടലുകളാണ് കൊല്ലം കോർപ്പറേഷൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണ രംഗത്തുണ്ടായ ഇടപെടലുകൾ. കുരിപ്പുഴ ചണ്ടി ഡിപ്പോയിലെ മാലിന്യം ബയോമൈനിങ്ങിലൂടെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിഞ്ഞു.
അവിടെ 5.5 ഏക്കർ സ്ഥലത്താണ് ഇനിയൊരു IT പാർക്ക് വരാൻ പോകുന്നത്. ആ IT പാർക്ക് വരുന്നതിനുള്ള ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ 7.5 ഏക്കർ സ്ഥലത്ത് ജൈവമാലിന്യം സംസ്കരിക്കുന്നതിനാവശ്യമായ 150 ടൺ ശേഷിയുള്ള CNG പ്ലാന്റ് നിർമ്മിക്കുകയാണ്. ഇവിടെ 2.5 ഏക്കർ സ്ഥലത്ത് ദ്രവമാലിന്യ സംസ്കരണത്തിന് 12 MLD ശേഷിയുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു തദ്ദേശഭരണ സ്ഥാപനം കൊല്ലം കോർപ്പറേഷൻ ഏത് രീതിയിൽ മാതൃകാപരമായി ഇടപെടുന്നു എന്നതിൻ്റെ കാഴ്ചയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 325 ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇവിടെ സജ്ജമാക്കാനായിട്ടുണ്ട്. അഷ്ടമുടിക്കായലിൻ്റെ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. 51 കടവുകളാണ് നവീകരിച്ചത്. ഉദ്യാനം, ഇരിപ്പിടങ്ങൾ, CCTV ക്യാമറകൾ ഇവയെല്ലാം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് 4800 നഗരങ്ങളാണ്. ആ 4800 നഗരങ്ങളിൽ ശുചിത്വ പട്ടികയിൽ 5-ാം സ്ഥാനം ഈ കൊല്ലത്തിലാണ്. നമുക്കറിയാം, നവോത്ഥാന ചരിത്രത്തിൽ കാര്യമായ പങ്കുള്ള നാടാണ് കൊല്ലം. ആ ചരിത്രത്തെ ഉയർത്തിപ്പിടിക്കുകയും പുതുതലമുറക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. അതിൻ്റെ ഭാഗമായാണ് പീരങ്കി മൈതാനത്ത് നവോത്ഥാന പ്രക്ഷോഭമായ കല്ലുമാല സമരത്തിൻ്റെ സ്മരണ നിലനിർത്താൻ കല്ലുമാല സ്ക്വയർ നിർമ്മിക്കുന്നത്. ഇതിനായി 5 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നവോത്ഥാന ചരിത്രത്തിലെ ദീപസ്തംഭമാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിൻ്റെ പേരിലുള്ള ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടതും ഈ കൊല്ലത്താണ്. സർവകലാശാലയ്ക്ക് 8 ഏക്കറിലധികം സ്ഥലത്ത് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇവിടെ ആശ്രാമത്ത് 59,71,00,000 രൂപ ചെലവിട്ട് ബയോഡൈവേഴ്സിറ്റി ഹബ്ബ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോ, നാറ്റ്പാക്ക് ഇവയുടെയെല്ലാം സഹകരണത്തോടെയാണ് പഠനം നടത്തി അഷ്ടമുടി കായൽ വാട്ടർ മെട്രോ ആരംഭിക്കാൻ അനുമതി നേടിയിരിക്കുകയാണ്. ഓഷ്യനേറിയം, ജിയോ ട്യൂബ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ, MG പാർക്കിൻ്റെ നവീകരണം, കൊല്ലം മറീന, മാരിടൈം മ്യൂസിയം, തങ്കശ്ശേരി തിരുമുല്ലവാരം ടൂറിസം സർക്യൂട്ട്, നൈറ്റ് ലൈഫ് സ്ട്രീറ്റ് പദ്ധതി ഇവയ്ക്കെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് തുക നൽകിയിട്ടുമുണ്ട്. താമരക്കുളം ഡിവിഷനിലെ ആണ്ടാമുക്കത്ത് നിർമ്മിച്ച 50,000 സ്ക്വയർ ഫീറ്റ് KMC മാളിൽ ആരംഭിച്ച വർക്ക് നിയർ ഹോം അതൊരു മിനി IT പാർക്കാണ്. ആ മിനി IT പാർക്കിൽ 500 പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനായിട്ടുണ്ട്. ഇതുകൂടാതെ ആണ്ടാമുക്കത്ത് 3.5 ഏക്കർ സ്ഥലത്ത് 25,000 പേർക്ക് IT അനുബന്ധ തൊഴിലവസരം ഒരുക്കുന്ന 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള 10 നില കെട്ടിടം 250 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുകയാണ്. ഇവിടുത്തെ തൊഴിൽ സഭകളിലൂടെ 3000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ 77 കിലോമീറ്റർ ദൂരത്തിലെ റോഡുകൾ ലോകോത്തര നിലവാരമുള്ളവയാക്കിയിട്ടുണ്ട്. ലെവൽ ക്രോസ് ചെയ്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊല്ലം നഗരത്തിൽ 5 റെയിൽവേ പാലങ്ങൾ നിർമ്മിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാനായി 565,55,00,000 രൂപയുടെ ഞാങ്കടവ് പദ്ധതി പൂർത്തിയാവുകയാണ്. 2023 പൂർത്തിയാകേണ്ടതായിരുന്നു ഈ പദ്ധതി. 28 കിലോമീറ്റർ നീളത്തിൽ പൈപ്പ് ഇടേണ്ടി വന്നു.
അത് 27 കിലോമീറ്ററും അനുമതി ലഭിച്ചു. 1 കിലോമീറ്ററിന് ദേശീയപാത അതോറിറ്റിയായിരുന്നു അനുമതി നൽകേണ്ടത്, അവർ നൽകിയില്ല. ഒടുവിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് പഞ്ചായത്ത് റോഡിലൂടെ 10 കോടി രൂപ അധികം ചെലവിട്ട് പൈപ്പ് ഇടേണ്ടി വന്നു. ക്ഷേമരംഗത്ത് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ എല്ലാവർക്കും അറിവുള്ളതാണ്. ഈ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്നവരുടെ അനുഭവത്തിലും അത് നല്ലതുപോലെയുള്ളതാണ്. 656 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ഈ കോർപ്പറേഷൻ പരിധിയിൽ മുക്തരാക്കിയിട്ടുണ്ട്. ലൈഫ് മിഷനിലൂടെ 6549 പേർക്കാണ് വീട് ലഭ്യമാക്കിയത്. അതിൽ 5049 വീടുകൾ പൂർത്തീകരിച്ചു. 1047 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 1029 പേർക്ക് ഭൂമി നൽകുകയും ചെയ്തു. ലൈഫ് മിഷനിൽ 4 ലക്ഷത്തിലധികം വീടുകൾ സംസ്ഥാനത്താകെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നതും നാം കാണേണ്ട കാര്യമാണ്. മുതാക്കര മുതൽ ഇരവിപുരം വരെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 606 പേർക്ക് പട്ടയം നൽകി. QSSS മേഖലയിൽ 179 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു നൽകി. 114 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് നീലിമ എന്ന പേരിൽ ഫ്ലാറ്റ് നിർമ്മിച്ചു നൽകി. മത്സ്യത്തൊഴിലാളികളല്ലാത്ത 65 പേർക്ക് കുളിർമ, തനിമ എന്നീ ഫ്ലാറ്റുകൾ നിർമ്മിച്ചു നൽകുകയുണ്ടായി. മയ്യനാട് പഞ്ചായത്തിൽ 1.5 ഏക്കർ ഭൂമി വാങ്ങി 30 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനായി ഫ്ലാറ്റ് നിർമ്മാണത്തിന് തീരദേശ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 54,000 ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണ് കോർപ്പറേഷൻ പരിധിയിലുള്ളത്. വയോജനങ്ങൾക്ക് തണലായി 5 പകൽ വീട് പദ്ധതികൾ നടപ്പിലാക്കി. 44 സ്മാർട്ട് അംഗൻവാടികൾ, 20 ഹൈടെക് അംഗൻവാടികൾ ഇവയെല്ലാം നിർമ്മിക്കാനായിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിലെ 417 പേർക്ക് ഭൂമി, 800 പേർക്ക് വീട്, 250 വിദ്യാർത്ഥികൾക്ക് പഠനമുറി, 1500 വിദ്യാർത്ഥികൾക്ക് പഠന സഹായം, 185 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ഇവയെല്ലാം ഈ കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട്. 2 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, 3 പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ, 3 അർബൻ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ, 9 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ ഇവയെല്ലാം ആരംഭിക്കാനായി. താമരക്കുളം ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൽ കേരളത്തിൽ ആദ്യമായി 60 ദിന രക്തപരിശോധന സൗജന്യമായി നടത്തുകയാണ്. ഇവിടെ ഒരേ സമയം 7 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയാണ്. 5 ആയുർവേദ ആശുപത്രികളും 6 ഹോമിയോ ആശുപത്രികളും ആരംഭിക്കാനായിട്ടുണ്ട്. ആർദ്ര കേരളം പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം നേടിയ കോർപ്പറേഷനാണ് കൊല്ലം. തുടർച്ചയായി 3 വർഷം 2-ാം സ്ഥാനം കരസ്ഥമാക്കാനും ഈ കൊല്ലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ തുടർച്ചയായി 4 വർഷം 1-ാം സ്ഥാനം കൊല്ലത്തിനാണ് ലഭിച്ചത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം തുടർന്നും കൂടുതൽ ശക്തമായി നടപ്പാക്കുന്നതിന് തുടർ ഭരണം ആവശ്യമാണ് എന്നതാണ് 2021 സംസ്ഥാനത്തിൻ്റെ അനുഭവം കാണിക്കുന്നത്. അപ്പോൾ ആ അനുഭവത്തിൽ ഇപ്പോൾ നാം ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സഖാവ് മുല്ലക്കര പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ചരിത്ര വിജയം കൊല്ലം കോർപ്പറേഷനിൽ LDFന് നേടാൻ കഴിയണം. എല്ലാ സ്ഥാനാർത്ഥികളെയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കൊല്ലത്തിന് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ ഈ പുതിയ കാലത്തിൻ്റെ വികസന സാധ്യതകളെ കണക്കെടുത്തുകൊണ്ടുള്ള പ്രകടന പത്രിക ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഇവിടെ മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്, പാർട്ടി നേതാക്കന്മാരുണ്ട്. എല്ലാവരും ചേർന്ന് ആ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കും.
നമ്മുടെ പ്രകടന പത്രിക നമ്മുടെ ബഹുമാനരായ ജനപ്രതിനിധികളും നേതാക്കന്മാരും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് പ്രകാശനം ചെയ്യുകയാണ്. കയ്യിലൊന്ന് പിടിച്ചാൽ മതി.